ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അധികം ഓയിലൊന്നും വേണ്ടാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉപ്പും റവയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അപ്പൊ ഇതാ ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഈ റവ നല്ലപോലെ ഒന്ന് കുതിർന്ന് വരുന്ന രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഈ റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നിങ്ങൾ ഓവർ ആക്കരുത്. ഞാൻ എടുത്തത് കറക്റ്റ് അളവാണ്. 2 കപ്പിന് 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് 2 ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതുപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പൊടികളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ പൊടികളെല്ലാം ചേർക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിന്റെ പച്ചമണെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് മുട്ടയാണ്. 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ മസാലന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച റവ ഇതുപോലെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാവ് ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് റവ ചേർത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് പരത്താം. പരത്തിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള മാവാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വലിയ ബോൾ എടുത്ത് പരത്തിയിട്ട് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഇതേപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. ഇനി ഇതുപോലെ ഞാൻ എല്ലെണ്ണവും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതാ ഞാൻ മൊത്തം മാവും ഇതുപോലെ റെഡിയാക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരളവിൽ ഇതേപോലത്തെ 2 സെറ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പോ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ചൂടെല്ലാം അറിയതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഇതിന്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉൾഭാഗത്ത് ഇതാ ഇതേപോലെയാണ് കിട്ടുക. നിറച്ചും ഫില്ലിംഗ് എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.